അങ്ങനെ തറവാട്ടത്തെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുഞ്ഞാക്കാൻ്റെ ഫ്രണ്ട് സജീഷിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത്. കാരണം 9:30 ആയപ്പോൾ ചെല്ലാൻ പറഞ്ഞതായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ 10:30 കഴിഞ്ഞിട്ട് സംഭവം കാണാനൊന്നും പറ്റൂല എന്ന് വിചാരിച്ച് ചെന്നതാണ് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഭാഗ്യമുണ്ട്, ഞങ്ങൾക്ക് എല്ലാതും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ ദാ ഓരോന്നോരോന്നായിട്ട് പൊട്ടിക്കാൻ കേട്ടോ. കമ്പിത്തിരി, പൂത്തിരി, ഓലത്തിരി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ദാ എൻ്റെ അമ്മ ഞങ്ങൾക്ക് ഇലയിടയ്ക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓരോന്ന് അതെടുത്ത് കഴിച്ചു കേട്ടോ. പൂക്കുറ്റി, മറ്റേ കുറ്റി, മറിച്ചേ കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ പേര് പറയാനൊന്നും എനിക്കറിയില്ല. മെയിനായിട്ട് ഞങ്ങൾ കാണാൻ പോയത് ഈ ഒരു സംഭവം കാണാനാണ്. കഴിഞ്ഞ വർഷം അതിന്റെ മേലത്തെ വർഷമൊക്കെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്രാവശ്യം പിന്നെ നമ്മൾ ചെറുത് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് കുഞ്ഞാക്ക് പോകാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ നിർബന്ധത്തിന് കുട്ടികൾക്ക് കാണാലോ എന്ന് വിചാരിച്ചിട്ട് സ്വൈരൊക്കെ എടുത്തിട്ട് പോയതാണ് കേട്ടോ. ഒരു പോരാത്തതൊന്നുമില്ല, കടയൊക്കെ അടച്ച് വരുമ്പോഴേക്ക് നല്ലപോലെ വൈകും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ടാവും. വിചാരിച്ചിട്ടാണ് പോകാത്തത് കേട്ടോ. ഒരു പ്രാവശ്യമാണ് രാത്രി പൊട്ടിക്കുന്നത്. അധികം 3 മണി 4 മണി ആ ഒരു ടൈമിലാണ് പൊട്ടിക്കാറുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് തിരിച്ചു പോകാനും തോന്നും. എന്തായാലും വന്നത് മുതലായി തന്നെ പറയാം. എന്തായാലും ഇത്രയും കാശ് എടുത്തിട്ടൊന്നും നമ്മൾ ഇനിയിപ്പോ പടക്കം വാങ്ങിക്കാനൊന്നും പോകും. ഇത് മാത്രമല്ല കേട്ടോ, വരുന്ന വഴിക്ക് പിന്നെ റോട്ടിലും ഇതന്നെയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ കുറേശ്ശെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നിന്ന് കാണുന്നതിനിടയ്ക്ക് വലിയൊരു തീപ്പൊരിത നമ്മുടെ മുന്നിൽ വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് ബാക്കിലോട്ട് മാറി. ശരിക്കും ഞങ്ങൾ അതിന്റെ ചോട്ടിൽ വന്നിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പടക്കം പൊട്ടിക്കുന്നത് കാണാൻ പൊലിവിൽ എവിടെ നിൽക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇതിന്റെ ചോട്ടിൽ പോയിട്ടാണ് നിന്നിട്ടുള്ളത്. പിന്നെ അതാ ഞങ്ങൾ മേലക്ക് മാറി വന്നു. പിന്നെ മേലപ്പടക്കം കുറേ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാതെ ഇങ്ങോട്ട് കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. എല്ലാം എടുത്തുകൂടുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് അത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇതാ നമ്മുടെ കുട്ടൂസ് ഇതാ അവിടെ നിന്നിട്ട് ചെറിയ പടക്കം പൊട്ടിക്കാൻ കേട്ടോ. അവൻ്റെ വിചാരം ആ ഒരു ഭാഗത്ത് മുക്കിൽ പോയി നിന്ന് പൊട്ടിച്ചാലേ പൊട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ എറിയാണ് കേട്ടോ. ഇന്ന് കുറച്ചേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനിതാ രാവിലെ കുറേ പൊട്ടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നതിന്റെ പിന്നാലെ നാത്തോനും കുട്ടികളും നീനും കുഞ്ഞും ഒരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാണാന്നുള്ള ആ ഒരു ലെവലിക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്ക് നല്ലപോലെ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അതല്ലേ നമുക്ക് വേണം. തന്നെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പൊലിവാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഗുണ്ട് ഐറ്റംസ് ഒക്കെയാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശരിക്കും ഭൂമി ഉലുക്കുന്ന ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ആദ്യമായിട്ട് പടക്കം പൊട്ടിക്കുന്നത് കാണാനോ? അതുകൊണ്ടല്ല കേട്ടോ. അതിപ്പോൾ എപ്പോൾ കാണുകയാണെങ്കിലും നമുക്ക് ആദ്യമായിട്ട് പൊട്ടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ തോന്നുന്നു. പടക്കാണല്ലോ. കഴിഞ്ഞപ്പോഴേക്ക് ഒരു 12 മണിക്ക് ഏകദേശം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് പോയി കടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഞങ്ങൾ തിരിക്കുമ്പോഴേക്ക് സജീഷിൻ്റെ അച്ഛൻ കുറച്ച് പഴമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുഡുകൾ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുതരും. ഇനിതാ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞാക്കി സ്കൂട്ടിയിൽ വന്നു. മറ്റവരെല്ലാവരും കൂടെ കുഞ്ഞുവിൻ്റെ കൂടെ ജീപ്പിലാണ് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഇവിടെ ഇറക്കി അങ്ങനെ ഒരു നേരെ വീട്ടിൽ പോയി. എന്താണെന്നറിയില്ല, ഇന്ന് ഫുഡ് കഴിക്കാൻ ഞാൻ മറന്നതായിരുന്നു കേട്ടോ. രാത്രി ഉടനെ ഒരു മാങ്ങ ചെത്തി കഴിച്ച് വേഗം കിടന്നു. അപ്പോൾ വിഷുടെ ഇവിടെ കംപ്ലീറ്റ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേട്ടോ. കൂടെ തന്നെ ഒരു കമൻറ്റും.